ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് വിസ്മയ മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത്. തുടക്കമെന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് ഒരു തുടക്കം മാത്രമല്ല, തന്റെ നിലപാടുകൾ പറയാനുള്ളൊരു തുടക്കം കൂടിയാണ് പോയ ദിവസങ്ങളിൽ വിസ്മയ തുടക്കമിട്ടത്. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ പോലും മോഹൻലാലും കുടുംബവും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മുഖമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ മുന്നിൽ പലതും പറയേണ്ടി വരുമ്പോൾ വിമർശനങ്ങളും കടുകട്ടിയായിരിക്കും. പക്ഷേ ആ വിമർശനങ്ങളെ ഭയക്കുന്നില്ല എന്ന് തന്നെയാണ് താരകുടുംബം പറഞ്ഞു വെക്കുന്നത്. വിസ്മയ മോഹൻലാലും സുചിത്ര മോഹൻലാലും അതിശക്തമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലതൊക്കെ പറഞ്ഞു. അതിനൊപ്പം എല്ലാ പിന്തുണയുമായി മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും രംഗത്ത് വരുന്നതും എല്ലാവരും കണ്ടു. ചിന്തിക്കാൻ അറിയുന്ന കുട്ടികൾക്ക് പ്രതികരിക്കാനും അറിയാം. സുചിത്ര മോഹൻലാൽ തന്നെയായിരുന്നു വാർത്താ താരം. സുചിത്ര പറഞ്ഞത് ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്കും പ്രചോദനവും പ്രതീക്ഷയുമാണ്. ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയാണ് നമ്മൾ മക്കളെ വളർത്തുന്നതെന്നും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നീ ആലോചിച്ചാൽ മതി, അത് പ്രകടിപ്പിക്കേണ്ട എന്ന് പറയാനാകില്ല എന്ന് സുചിത്ര മോഹൻലാൽ പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അവരത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതവരുടെ കാഴ്ചപ്പാടാണ്. അത് ചിലപ്പോൾ എൻ്റേതിൽ നിന്നും നിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. അതുപോലെ കാണുന്ന ആളുകൾക്കൊക്കെ വേറെ കാഴ്ചപ്പാടായിരിക്കും, ചിലപ്പോൾ സമാനവുമായിരിക്കാം. അവർക്ക് പറയാനുള്ളത് പറയുന്നതിൽ നിന്നും നമുക്കവരെ തടയാനാകില്ല. അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നു. എതിർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞതിനോട് യോജിപ്പില്ലാത്തവരായിരിക്കും. അവരോട് യോജിപ്പുള്ളവരും കാണും. അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും സുചിത്ര മോഹൻലാലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. തൻ്റെ മകൾ ഒരു നിലപാട് പറയുന്നു, തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയുടെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ അതിനേക്കാൾ ആവേശത്തോടെ എല്ലാ പിന്തുണയുമായി മകൾക്കൊപ്പം രംഗത്തിറങ്ങുന്നൊരമ്മ. മോഹൻലാലും സുചിത്ര മോഹൻലാലും വ്യത്യസ്തരായ മാതാപിതാക്കളാകുന്നത് കേരളം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. താരപ്പകട്ടിൽ നിൽക്കുമ്പോൾ അത് നൽകുന്നൊരു പ്രിവിലേജിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന മുൻകരുതൽ എടുക്കുന്നവരാണ് ഏറെയും. പക്ഷേ ഇവിടെ അത്തരം മുൻവിധികളെ പൊളിച്ചെടുക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം മോഹൻലാലും കുടുംബവും. മകൾ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അതിൻ്റെ വരും വരായികൾ നോക്കാതെ മകൾക്കൊപ്പം നിന്ന അമ്മ, അച്ഛൻ, അവരൊരു മികച്ച മാതൃകയാണ്. എന്തിലും ഏതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷം പിടിക്കുന്നതായാലും നിഷ്പക്ഷമായാലും ജനാധിപത്യ രാജ്യത്ത് നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അങ്ങനെ ഒരു നിലപാട് കേരളം വീണ്ടും കണ്ടു. സിനിമയുടെ മായാലോകത്ത് വിസ്മയം സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന വിസ്മയ മോഹൻലാൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട തുറന്നു പറച്ചിലൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിന്റെ ട്രെയിലർ ലോഞ്ചിലും എല്ലാവരും ഉറ്റുനോക്കിയതും അടുത്തത് എന്നതാണ്. അവിടെ സിനിമയുടെ ആവേശമാണ് കണ്ടതെങ്കിലും ചാനൽ അഭിമുഖങ്ങളിൽ വിസ്മയ പറയുന്നതിനേക്കാൾ ശക്തമായി അത് ആവർത്തിച്ചു. മാത്രവുമല്ല, മാതാപിതാക്കളായ സുചിത്രയും മോഹൻലാലും പിന്തുണയ്ക്കുന്നതും കണ്ടു. ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമെന്നും അവരും പറയുമ്പോൾ ഒരു കാര്യം വ്യക്തം, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ മേജർ രവി അടക്കമുള്ളവർക്ക് കൃത്യമായ മറുപടി. നീറ്റ് ക്രമക്കേടിനെതിരെ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ ഡൽഹി പോലീസ് ക്രൂരമായി കൈകാര്യം ചെയ്തതിനെ വിമർശിച്ചാണ് വിസ്മയ മോഹൻലാൽ രംഗത്ത് വന്നത്. പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുകയാണോ വേണ്ടത് എന്ന ചോദ്യമായിരുന്നു വിസ്മയ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചത്. അതിനിടെ സംവിധായകൻ മേജർ രവി ഈ വിഷയത്തിൽ പ്രതികരിച്ചതും വിവാദമായി. വിസ്മയ്ക്ക് രാഷ്ട്രീയം അറിയില്ലെന്നും കുട്ടികളെ അടിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതാണ് എന്ന മട്ടിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി സ്വന്തം നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ചെറുതാക്കി കാട്ടുകയാണ് മേജർ രവി ചെയ്തത് എന്ന വിമർശനങ്ങളും ഉയർന്നു. ഇപ്പോഴിതാ എല്ലാം വ്യക്തം. പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ലെന്ന വിസ്മയ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണെന്നും അത് തീർത്തു കൊടുക്കേണ്ട കാര്യം തനിക്കില്ല എന്നുമാണ് വിസ്മയുടെ പ്രതികരണം. മോഹൻലാലും സുചിത്ര മോഹൻലാലും വിസ്മയുടെ പ്രതികരണത്തെ അനുകൂലിച്ചും എന്നതിൽ നിന്നും തീർത്തും സ്വതന്ത്രമായി ചിന്തിക്കാൻ മാത്രമല്ല പ്രതികരിക്കാനുള്ള അവരുടെ അവകാശത്തിനൊപ്പം എന്ന നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമാണ്. ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കുകയാണ്. എങ്കിലത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നുവെന്നതോ എനിക്ക് എന്ത് തോന്നുന്നു എന്നതോ ആർക്കു മുന്നിലും തെളിയിച്ചു കാട്ടേണ്ട കാര്യമില്ല. അതങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊന്നും ആരോടും തിരുത്തി കൊടുക്കേണ്ട കാര്യവുമില്ല. ഞാൻ എന്താണെന്ന് ആർക്കും വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ആർക്കെങ്കിലും അതിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ്. എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല. അവരുടെ പ്രശ്നം തീർക്കൽ എൻ്റെ ഉത്തരവാദിത്വവുമല്ല എന്ന് വിമർശകരുടെ മുഖത്ത് നോക്കിയാണ് വിസ്മയ മറുപടി പറഞ്ഞത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽ നിന്നുകൊണ്ട് ആ കള്ളിയിൽപ്പെടുത്തി ഒരാളെ ഒതുക്കാൻ ഇറങ്ങിയാൽ അത് വിലപ്പോവില്ലെന്ന് വ്യക്തം.
താനും ഇതേ അഭിപ്രായത്തിലുള്ള ആളാണെന്നാണ് മകളെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാലും പ്രതികരിച്ചത്. ഇത് സോഷ്യൽ മീഡിയയെ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷേ അങ്ങനെ പേടിച്ച് ജീവിക്കാനാണെങ്കിൽ നമ്മൾ ഇതിനൊന്നും വരാതിരിക്കാനും ഒന്നും പറയാതിരിക്കാനുമേ പറ്റുകയുള്ളൂ. മുഖമില്ലാത്ത ആളുകളാണ് ഇതൊക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കൊരുതരം സന്തോഷം കിട്ടും. അത്തരക്കാർ സന്തോഷിക്കട്ടെ എന്ന് മോഹൻലാലും പറയുമ്പോൾ വിമർശകർ കടക്ക് പുറത്തുനിന്ന് സിമ്പിൾ ലോജിക്ക് തന്നെ.